ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇഫ്, എൽസ് ഇഫ്, സ്വിച്ച് എന്നതിനെ പറ്റിയെല്ലാം പഠിച്ചു. ഈ സ്വിച്ച് പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രേക്ക് എന്നതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ബ്രേക്ക് ഞാൻ ഒന്നും കൂടെ എടുക്കും, ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കും. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ബ്രേക്ക് ഞാൻ ഒന്നും കൂടെ പഠിപ്പിക്കും. അപ്പോൾ ഇഫ്, എൽസ്, സ്വിച്ച് എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, കണ്ടീഷണൽ ഓപ്പറേറ്റർ ആയിട്ടാണ് അതിനെ കാറ്റഗറി ചെയ്യുന്നത്. എന്നാലും കണ്ടീഷണൽ ഓപ്പറേറ്റർ നമുക്ക് ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ പറ്റി പറയുകയും ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ്. അതായത് ഫോർ, വൈൽ, ഡു വൈൽ എന്നീ 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിനെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ ഫോർ, വൈൽ, ഡു വൈൽ. അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലാണ് ഈ ഫോർ, വൈൽ, ഡു വൈൽ എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക, അതായത് സൈക്കിൾ പോലെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്ന, അതുകൊണ്ടാണ് അതിനെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം, മൾട്ടിപ്പിൾ ടൈംസ്. നമ്മളത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്തോളം അത് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാനൊക്കും. അപ്പോൾ നമുക്കല്ലെങ്കിൽ എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ നമുക്കത് സെറ്റ് ചെയ്ത് വയ്ക്കാനൊക്കും. അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് ആ ഒരു രീതിയാണ് ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഫോർ, വൈൽ, ഡു വൈൽ എന്നീ 3 രീതികളുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് വൈൽ എന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, വൈൽ എന്ന ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വൈലിനെ പറ്റി നമുക്ക് കുറച്ചൊന്ന് പഠിക്കുന്നു. ഈ വീഡിയോയിൽ തന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെ പറ്റിയുള്ള 1-2 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വൈലിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ആദ്യം പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. നോക്കാം. ഇപ്പോൾ ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സാമ്പിൾ സിൻറ്റാക്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ വൈൽ എന്നിങ്ങനെ എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ എഴുതുന്നു. അതിന് ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നു. ഒരു കണ്ടീഷൻ എഴുതുന്നത്, ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ഔട്ട്പുട്ടായിട്ട് വരുന്ന കണ്ടീഷനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇതുപോലത്തെ കണ്ടീഷൻസ്, ഇതൊക്കെ അതിനൊക്കെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നോക്കുക, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് ഇത് എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 10 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 20 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അങ്ങനെ ട്രൂ ഓർ ഫാൾസ് ഔട്ട്പുട്ട് വരുന്ന കണ്ടീഷനാണ് നമ്മളുടെ ടെസ്റ്റ് കണ്ടീഷനായിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ വൈലിൻ്റെ അകത്ത് വരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് ലോജിക്ക്. ഇവിടെ വൈലെന്ന് എഴുതി ഇവിടെ കണ്ടീഷൻ നമ്മൾ സിമ്പിൾ ബ്രാക്കറ്റ്സിനകത്ത് എഴുതുക, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ വൈലിൻ്റെ അകത്ത് വരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ലൂപ്പ് ബോഡി എന്നാണ് പറയുന്നത്. ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദ്യം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ലൂപ്പ് ബോഡിക്ക് അകത്ത് വരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഇതിലിപ്പോൾ ഞാൻ 3 കാണിച്ചിട്ടുണ്ട്. മേ ബി ഒരു സ്റ്റേറ്റ്മെൻറ്റേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ മേ ബി 5-6 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കാണും. അപ്പോൾ അതേ ഓർഡറിൽ തന്നെ ഒരു തവണ അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നോക്കും. അപ്പോഴും കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെയും ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന്. അപ്പോഴും ട്രൂ ആണെങ്കിൽ ഇത് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സംഭവം എന്തെന്ന് പറഞ്ഞാൽ, ഇത് ഒരു പർട്ടിക്കുലർ തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അങ്ങനെ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾസിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ലൂപ്പ് ബോഡിക്കകത്ത് കാണും. ഇപ്പോൾ ഈ ലൂപ്പ് ബോഡി ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേരിയബിൾസിൻ്റെ വാല്യൂസ് ഒക്കെ ചിലപ്പം ചേഞ്ച് ചെയ്ത് തരും. ആ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയി വരണം.
അങ്ങനെ മേ ബി 5 തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത്, അല്ലെങ്കിൽ 10 തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫാൾസ് ആയിരിക്കും. അപ്പോൾ എത്രയെങ്കിലും തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫാൾസായി വരുന്ന രീതിയിലുള്ള കണ്ടീഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് വരത്തില്ല, എക്കാലവും ട്രൂ മാത്രമേ വരുള്ളൂ എന്ന രീതിയിലൊന്നും ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ പാടില്ല. കാരണം അത് ഇൻഫിനിറ്റ് ആയിട്ട് പ്രോഗ്രാം അങ്ങ് റൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എത്രയെങ്കിലും തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവണം. കാരണം ഫാൾസ് ആയാൽ മാത്രമേ ഇതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവുകയുള്ളൂ. എപ്പോഴെങ്കിലും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ അവിടെ വെച്ച് പ്രോഗ്രാം ഈ വൈൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റോപ്പ് ആവും. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുമ്പോഴത്തേക്കും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന് പുറത്തിറങ്ങും. ഈ വൈൽ ലൂപ്പിന് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈലിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഇതിൻ്റെ അകത്തുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. വീണ്ടും ഔട്ട്പുട്ട് ട്രൂ ആണ്, കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പുറത്തിറങ്ങും. ഇതിൻ്റെ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഫാൾസായി കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കി പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രയെങ്കിലും തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫാൾസ് ആവുന്ന രീതിയിലുള്ള കണ്ടീഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്യാവുള്ളൂ. മാത്രമല്ല, ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്ന തരത്തിൽ വേരിയബിൾസിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ ഇത് 1 തവണയോ 2 തവണയോ 5 തവണയോ അല്ലെങ്കിൽ 10 തവണയോ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയുള്ളൂ. അല്ലാതെ എപ്പോഴും ട്രൂ ആവുന്ന രീതിയിൽ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്ത് ഇൻഫിനിറ്റ് ടൈംസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം അത് എററൊക്കെ കാണിക്കും, പ്രോഗ്രാം എററൊക്കെ കാണിക്കും. അപ്പോൾ എത്രയെങ്കിലും തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവണം എന്ന തരത്തിലേ നമ്മൾ അവിടെ കണ്ടീഷൻ എഴുതാറുള്ളൂ. പിന്നെ ഈ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ, ആദ്യമായിട്ട് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് അത് പുറത്തോട്ടിറങ്ങും. അതായത് ഒരു തവണ പോലും ഇത് എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന് വരും. പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ പോലും എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പുറത്തോട്ടിറങ്ങും. അപ്പോൾ അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഒരു തവണയെങ്കിലും ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പ്രോഗ്രാം ആദ്യമായിട്ട് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് വൈൽ ലൂപ്പിന് പുറത്തോട്ടിറങ്ങും. അത് ഒരു തവണ പോലും ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം കാണാതെ പഠിക്കാനും നോക്കത്തില്ല, മനസ്സിലാക്കി പഠിച്ച് പോയി എക്സാമിന് എഴുതാനേ സാധിക്കത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. സി പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഏത് നാച്ചുറൽ നമ്പർ എന്നാണ് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ സാധിക്കും, ആ നാച്ചുറൽ നമ്പർ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. ഇവിടെ അത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. എൻ്റർ ദി വാല്യൂ ഓഫ് n എന്ന് ചോദിക്കും. നമ്മളിപ്പോൾ 5 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അപ് ടു 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരണം. അപ് ടു 5 വരെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5. അപ്പം 1 + 2 + 3 + 4 + 5. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമുക്കിവിടെ 15. അപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഏത് നമ്പറാണോ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ആ നമ്പർ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. ആക്ച്വലി ഇതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, n × n+1 എന്നോ അങ്ങനെ n/2 × n+1 എന്നോ അങ്ങനെ എന്തോ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ആൻസർ ഇവിടെ കിട്ടും. ആ ഇക്വേഷനിൽ n-ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, ഡയറക്റ്റായിട്ട് ഈ സമ്മിൻ്റെ വാല്യൂ കിട്ടും. പക്ഷേ ആ ഒരു ലോജിക്ക് ഉപയോഗിച്ചല്ല നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്, അല്ലാതെ വേറെ ഒരു മാനുവലായിട്ടുള്ള വേറൊരു രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇത്രയും ലൈൻസുള്ള പ്രോഗ്രാമാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രോഗ്രാമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇതിൽ ആക്ച്വലി നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ വൈൽ ലൂപ്പ്, അത് മാത്രമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ആൾറെഡി നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം. ഈ 3 ലൈൻസ്, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് പുതിയതായിട്ട് വരുന്നത്. അതിൽ ഈ വൈലും അതിൻ്റെ കൂടെയുള്ള കണ്ടീഷൻ വരുന്നുണ്ട്. പിന്നെ വൈൽ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് അകത്തുള്ള ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കാണാതെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇതും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം
ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറയാം. ആദ്യമേ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സി പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആക്ഷൻ സ്റ്റുഡിയോ ഡോട്ട് എച്ച് എന്ന് കൊടുത്തു, ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എൻ എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് എൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഐ എന്നും സം എന്ന് പറയുന്ന 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. ഈ സമ്മാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. ആ സം എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് നമ്മൾ എടുക്കുന്നു. പിന്നെ ഐ എന്ന് പറയുന്ന വേരിയബിൾ, ഈ ഐ റെപ്രസെൻറ്റ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിനെയാണ് ഐ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നാച്ചുറൽ നമ്പേഴ്സ് 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 1ൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് അടുത്തത് എൻ്റർ ദി വാല്യൂ ഓഫ് എൻ എന്നിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പം കീബോർഡിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഈ വൈൽ ലൂപ്പ് ബോഡി ഉപയോഗിച്ചാണ് സമ്മിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തുന്നത്. സമ്മിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തി ഈ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നാൽ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ദ സം ഓഫ് നമ്പേഴ്സ് അപ് ടു %d ഈസ് %d എന്ന് കാണിക്കുന്നു. ഇവിടെ ആദ്യത്തെ %d യുടെ സ്ഥാനത്ത് എന്നിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. രണ്ടാമത്തെ %d യുടെ സ്ഥാനത്ത് സമ്മിലുള്ള വാല്യൂ, സം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ, ആ പർട്ടിക്കുലർ ടൈമിൽ സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ഈ ഒരു കണ്ടീഷൻ, വൈൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വരുന്ന ഈ ഒരു കണ്ടീഷനും പിന്നെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുമാണ് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇവിടെ വൈലിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നാണ് ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഐയുടെ വാല്യൂ എന്നിനേക്കാളും കുറവോ അല്ലെങ്കിൽ എന്നിന് ഈക്വലോ ആയിരിക്കണമെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെ ഐയുടെ വാല്യൂ എന്നിനേക്കാളും കുറവോ എന്നിനേക്കാളും തുല്യമോ ആവുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഐയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യണം 1ലാണ്, എന്നിൻ്റെ വാല്യൂ നമ്മളിവിടെ 5 എന്ന് കൊടുത്തു. അപ്പോൾ എന്തായിരുന്നാലും പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഇത് റൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും. കാരണം എന്നിൻ്റെ വാല്യൂ 5ഉം ഐയുടെ വാല്യൂ 1 എന്നുമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ എന്തായിരുന്നാലും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഐ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെക്കാളും ചെറുത് തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. സമ്മിൻ്റെ വാല്യൂ നമ്മൾ തുടക്കത്തിൽ 0 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഐയുടെ വാല്യൂയും കൂടെ ആഡ് ചെയ്യുന്നു എന്നാണ് ഈ സംഭവം. സമ്മിൻ്റെ കൂടെ ഐയുടെ വാല്യൂയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സമ്മിലോട്ട് തന്നെ സ്റ്റോർ ചെയ്തു. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പ്ലസ് ഐ എന്നിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പ്ലസ് ഐ എന്ന് വെച്ചാൽ ഐയുടെ യൂണിറ്റ് 1 യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ചെയ്യുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 1 യൂണിറ്റ് കൂടും എന്നാണ് മീനിങ്. ഇവിടെ ഐയുടെ വാല്യൂ 1 ആയിരുന്നു. ഇത് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 2 ആയിട്ട് മാറും. 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഒന്നും കൂടെ ആഡ് ചെയ്യും. അതായത് 2 എന്നുള്ളത് 3 ആവും. പിന്നെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 3 എന്നുള്ളത് 4 ആവും. അങ്ങനെ ഓരോ യൂണിറ്റ് വെച്ചായിരിക്കും ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ യൂണിറ്റ് വെച്ച് ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസായി മാറുന്നത്. അല്ലാതെ എക്കാലവും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കത്തില്ല. കാരണം ഇവിടെ ഐയുടെ വാല്യൂ ഇവിടെ ചേഞ്ചായി വരുന്നുണ്ട്. അങ്ങനെ ചേഞ്ചായി വരുന്നതുകൊണ്ട് ഒരു 4-5 തവണ, ഇവിടെ ഇപ്പം എന്നിൻ്റെ വാല്യൂ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 തവണ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുമ്പോഴത്തേക്കും അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് അതുവരെയുള്ള സം എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്ന പരിപാടിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും ആദ്യം ഐയുടെ വാല്യൂ 1ഉം എന്നിൻ്റെ വാല്യൂ 5 ആണ്. 5 എന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഐയുടെ വാല്യൂ 1 ആണ്. ഇനിഷ്യലൈസ് ചെയ്ത് 1 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്തത്. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ, അതായത് പ്രോഗ്രാം ആദ്യമായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ 1ഉം സമ്മിൻ്റെ വാല്യൂ 0 ആണ്. എന്നിൻ്റെ വാല്യൂ എന്തായാലും കോൺസ്റ്റൻ്റ് ആണ്. 5 എന്നുള്ളത് കോൺസ്റ്റൻ്റ് വാല്യൂ തന്നെയാണ്. അപ്പം ഐയുടെ വാല്യൂ 1ഉം സമ്മിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സം ഈക്വൽ ടു സം പ്ലസ് ഐ. സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ 0 + 1, അതായത് ആദ്യത്തെ ഇനിഷ്യൽ സം എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ 0, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പം 0 + 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയും. ഈ 1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഐയുടെ വാല്യൂ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. ഐയുടെ വാല്യൂ തുടക്കത്തിൽ 1 ആയിരുന്നു. 1 യൂണിറ്റ് കൂടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 2 ആവുന്നു. അപ്പോൾ ഒരു തവണ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ വാല്യൂ 1 ആയി മാറുന്നു, ഐയുടെ വാല്യൂ 2 ആയിട്ട് മാറുന്നു. ഇങ്ങനെ അപ്പോൾ സമ്മിൻ്റെ വാല്യൂ 1 ആയി, ഐയുടെ വാല്യൂ 2 ആയി. ഇനി അടുത്തത് കണ്ടീഷൻ ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യുന്നു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആണ്, ഐയുടെ വാല്യൂ 2 ആയി. അപ്പോൾ ഇവിടെയും കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ്. ട്രൂ ആവുന്നതുകൊണ്ട് വീണ്ടും ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും സം ഈക്വൽ ടു സം പ്ലസ് ഐ, അതായത് സമ്മിൻ്റെ വാല്യൂ 1 ആയിരുന്നു. പ്രീവിയസ്ലി സമ്മിൻ്റെ വാല്യൂ 1 ആയിരുന്നു. അതിൻ്റെ കൂടെ ഐയുടെ വാല്യൂയും കൂടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്.
അപ്പോൾ 1 × 2 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും സമ്മിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് ഐ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 2 എന്നുള്ളത് 3 ആവുന്നു. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ്, കാരണം ഐയുടെ വാല്യൂ 3 ആയുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ്, അതുകൊണ്ട് വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് കൊടുക്കുന്നു. സം എന്ന് പറഞ്ഞാൽ 3 ആണ്, പ്രീവിയസ് സം എന്ന് പറഞ്ഞാൽ 3 ആണ്. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 6 എന്ന് കിട്ടുന്നു. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഐ പ്ലസ് പ്ലസ് എന്നുള്ളത് ഐയുടെ വാല്യൂ 1 യൂണിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 4 ആവുന്നു. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആണ്, ഐയുടെ വാല്യൂ 4ഉം എന്നിൻ്റെ വാല്യൂ 5 ആണ്. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ സം പ്രീവിയസ് സം എന്ന് പറഞ്ഞാൽ 6 ആണ്, അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ ആയ 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും സം ഈക്വൽ ടു 10 എന്ന് കിട്ടും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് ഐ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഐയുടെ വാല്യൂ 4 എന്നുള്ളത് 5 ആയി മാറുന്നു. എന്നിട്ട് പിന്നെയും അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് പിന്നെയും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇപ്പോഴും കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ തന്നെയാണ്, കാരണം ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആയിട്ടുണ്ട്, എൻ്റെ വാല്യൂ 5 തന്നെയാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ അല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഈക്വൽ ടു എൻ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് പിന്നെയും ട്രൂ തന്നെയാണ്. പിന്നെയും ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സം ഈക്വൽ ടു സം പ്ലസ് ഐ, സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്, നേരത്തെ പ്രീവിയസ് സം എന്ന് പറഞ്ഞാൽ 10 ആണ്. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ ആയ 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 15 കിട്ടുന്നു. എന്നിട്ട് ഐയുടെ വാല്യൂ 1 യൂണിറ്റും കൂടെ ഇൻക്രീസ് ചെയ്ത് 6 ആവുന്നു. 6 ആക്കിയിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ എൻ ആണെന്ന് മനസ്സിലാവുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ അല്ല എന്ന് മനസ്സിലാവുന്നു, കാരണം ഐയുടെ വാല്യൂ 6 ആയി. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ലൂപ്പ് ബോഡി ഇതിൽ വൈൽ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു, വൈൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സമ്മിൻ്റെ വാല്യൂ എന്താണ് അതുവരെ എക്സിക്യൂട്ട് ചെയ്തതിൽ സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ പെർസെൻറ്റേജ് ഡിയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 15 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് നിർത്തിയത്, ആ 15 എന്ന വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വൈൽ ലൂപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എങ്കിലും നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആവുന്ന ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഈ വൈൽ ലൂപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മിക്കവാറും ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഐ ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈൽ ലൂപ്പിൻ്റെ അകത്ത് കാണും. പിന്നെ വരുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് പുതിയതായിട്ട് കാണാതെ പഠിക്കേണ്ടതായിട്ടുള്ളൂ, സം ഈക്വൽ ടു സം പ്ലസ് ഐ. അപ്പോൾ അതും സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ 1-2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ നമുക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ സെയിം പ്രോഗ്രാം തന്നെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഫോർ ലൂപ്പ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതേ പ്രോഗ്രാം തന്നെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഈ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം, വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാമും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.